പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് +2 സോഷ്യോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. 4th ചാപ്റ്റർ ദി മാർക്കറ്റ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന നിലയിൽ എന്ന 4ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വിപണിയുടെ പ്രാധാന്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. സോഷ്യോളജിസ്റ്റ് എന്തുകൊണ്ടാണ് മാർക്കറ്റിനെ ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സാമൂഹ്യ സ്ഥാപനമായിട്ട് കണക്കാക്കുന്നത്, അതുപോലെ തന്നെ വീക്ക്ലി മാർക്കറ്റ് പണ്ട് കാർഷിക സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ആഴ്ച ചന്തകളും അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാസ്റ്റ് ബേസ്ഡ് മാർക്കറ്റ്സ് ആൻഡ് ട്രേഡ് നെറ്റ്വർക്ക്സ് ഇൻ പ്രീ കൊളോണിയൽ ആൻഡ് കൊളോണിയൽ ഇന്ത്യ, ഇന്ത്യയിലെ ജാതി അടിസ്ഥാനത്തിലുള്ള വിപണികളും അതുപോലെ വ്യാപാര ശൃംഖലകളും കൊളോണിയൽ കാലത്തും അതിനു മുമ്പും എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്ത്യ ഹാഡ് ട്രേഡ് കോണ്ടാക്ട്സ് വിത്ത് ഫോറിൻ കൺട്രീസ് ഫോർ സെഞ്ച്വറീസ്, നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ട്രേഡ് കമ്മ്യൂണിറ്റീസ് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് ഹുണ്ടി, അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൈമാറ്റ ബില്ല് പോലെയുള്ള പ്രമാണങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ബാങ്കിങ് ക്രെഡിറ്റ് സിസ്റ്റം, ബാങ്കിങ് വായ്പാ സംവിധാനങ്ങളൊക്കെ പണ്ട് കാലത്തെ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതിന് നമ്മൾ ഒരു സമുദായത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു, നാട്ടുകോട്ടെ ചെട്ടിയാസ്. നാട്ടുകോട്ടെ ചെട്ടിയാർമാർ പ്രത്യേക ബാങ്കിങ് സംവിധാനം നടത്തിയിരുന്നു. എന്നാൽ കൊളോണിയലിസം വന്നതോടുകൂടെ ഇന്ത്യൻ എക്കോണമിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റ്സ്, ട്രഡീഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റീസ്, വിപണികളുടെ സാമൂഹിക സംഘടന, പരമ്പരാഗത ബിസിനസ് സമുദായങ്ങൾ. എങ്ങനെയാണ് വിപണികൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്, ഏതൊക്കെ സമുദായങ്ങളാണ് വ്യാപാര രംഗത്ത് പരമ്പരാഗതമായിട്ട് താല്പര്യം കാണിച്ചിരുന്നത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻ അവർ ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് എ ഫേമസ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി, നാട്ടുകോട്ടെ ചെട്ടിയാസ് ഓഫ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു വാണിജ്യ സമുദായം അല്ലെങ്കിൽ വ്യാപാര സമുദായം നാട്ടുകോട്ടെ ചെട്ടിയാർസ്, നഗരത്താർമാർ എന്ന ഒരു സമുദായത്തെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഇവരെ പോലെ there were many traditional merchant communities in India. ഇന്ത്യയിൽ ഒരുപാട് വാണിജ്യ സമുദായങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാതികളും ഉണ്ടായിരുന്നു. ജാതി വ്യവസ്ഥയും സമ്പദ് വ്യവസ്ഥയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ദി കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദി എക്കോണമി. നമുക്കറിയാലോ, സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവർ അപ്പർ കാസ്റ്റ് ആളുകളായിരിക്കും. This relationship can be seen in land holding, occupational differentiation. ഈ ഒരു വ്യത്യാസം നമുക്ക് ഭൂമിയിലുള്ള ഉടമസ്ഥാവകാശം അതുപോലെ തൊഴിൽപരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബന്ധം മനസ്സിലാക്കാൻ കഴിയും. സമ്പദ് വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം അല്ലേ, തൊഴിൽപരമായിട്ടുള്ള വ്യത്യാസം നോക്കുമ്പോൾ ആ ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ഉയർന്ന വിഭാഗങ്ങൾക്കായിരുന്നു നല്ല ജോലി ഉണ്ടായിരുന്നത്. ദർ ഇസ് ആൻ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി കണക്ഷൻ ബിറ്റ്വീൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് എക്കോണമി. സമ്പദ് വ്യവസ്ഥയും ജാതി വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് ഒരു ഉദാഹരണമാണ് മോസ്റ്റ് ഓഫ് ദി ലാൻഡ് ലോഡ്സ് ഓഫ് ദി കൊളോണിയൽ പീരിയഡ് ബിലോങ്ഡ് ടു ദി അപ്പർ കാസ്റ്റ്. കൊളോണിയൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജന്മിമാരിൽ, അതായത് ഭൂവുടമസ്ഥരിൽ ഭൂരിഭാഗവും ആരായിരുന്നു? ഉയർന്ന ജാതികളിൽപ്പെട്ടവരായിരുന്നു. അതുപോലെ തന്നെ ദി ഒക്കുപ്പേഷൻ ഓഫ് ഈച്ച് സോഷ്യൽ ക്ലാസ് വാസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസ് ഓഫ് കാസ്റ്റ്. ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓരോ സാമൂഹ്യ വിഭാഗത്തിൻ്റെയും തൊഴിൽ നിർണ്ണയിക്കപ്പെട്ടിരുന്നത് അല്ലേ. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഒക്കുപ്പേഷൻ ഡിറ്റർമൈൻഡ് ബൈ കാസ്റ്റ്, ജാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തൊഴിൽ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. ഈ ഒരു ബന്ധം ഓൾസോ ട്രൂ ഇൻ ദി കേസ് ഓഫ് ട്രേഡ് ആൻഡ് മാർക്കറ്റ്സ്.
വിപണന രംഗത്തും അതുപോലെ തന്നെ വ്യാപാര രംഗത്തൊക്കെ ഈ ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. ദി മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ദി വൈശ്യാസ്, വൈശ്യ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഫോർ വർണ്ണ, നമുക്കറിയാം 4 ചതുർവർണ്ണ വ്യവസ്ഥ നമ്മൾ പഠിച്ചിരുന്നല്ലോ, അതൊരു വിഭാഗമാണ് വൈശ്യ. അവരുടെ പ്രധാന തൊഴിലായിരുന്നു വ്യാപാരം. അവരുടെ പ്രധാന തൊഴിൽ വൈശ്യ വിഭാഗത്തിൻ്റെ വൈശ്യരുടെ പ്രധാന തൊഴിൽ വ്യാപാരമായിരുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി മർച്ചൻറ്റ് ആൻഡ് ട്രേഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി സിൻസ് ആൻഷ്യൻ ടൈം. പുരാതന കാലം മുതൽ ഇന്ത്യൻ സമൂഹത്തിൽ വ്യാപാരിക്കും വ്യാപാരത്തിനും സുപ്രധാനമായ സ്ഥാനമുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വൈശ്യ വിഭാഗം എന്നുള്ളത് ലോവർ കാസ്റ്റ് ആണോ? അല്ല. എന്നാൽ ഹയസ്റ്റും അല്ല. എന്നാൽ ഉയർന്ന ജാതിക്കാരായ ഒരു വിഭാഗമായിരുന്നു വൈശ്യർ. അപ്പോൾ ഈ വൈശ്യ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? വ്യാപാരമായിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വ്യാപാരികൾക്കും വ്യാപാരത്തിനും ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു, സുപ്രധാനമായ സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ there were many വൈശ്യ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ who had taken up trade as their traditional occupation. വ്യാപാരം പരമ്പരാഗത തൊഴിലായി സ്വീകരിച്ച ധാരാളം വൈശ്യ സമുദായങ്ങൾ ഇന്ത്യയിലുണ്ട്. ഒരു ട്രഡീഷണൽ ഒക്കുപ്പേഷനായിട്ട് പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു തൊഴിലായിട്ട് വ്യാപാരം ഈ തൊഴിലിനെ ചെയ്തു പോരുന്ന പല വൈശ്യ വിഭാഗങ്ങൾ. അതിനുദാഹരണമാണ് നോർത്ത് ഇന്ത്യയിലെ ബണിയാസ്. എന്നാൽ ബിസിനസ് were not a monopoly of വൈശ്യാസ്. ഈ വൈശ്യ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ വൈശ്യരുടെ കുത്തകയൊന്നും ആയിരുന്നില്ല ഈ വ്യാപാരം എന്നുള്ളത്. ഇന്ത്യയിലെ പരമ്പരാഗത ബിസിനസ് സമുദായങ്ങളിൽ പാർസികൾ, സിന്ധികൾ, ബൊഹ്റകൾ, ജൈനന്മാർ തുടങ്ങി മറ്റു പല സമുദായങ്ങളും എന്ത് ചെയ്തിരുന്നു? ഈ വ്യാപാര രംഗത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എന്നുള്ളത് ഇറ്റ് വാസ് നോട്ട് ദെയർ മോണോപോളി. വൈശ്യ വിഭാഗങ്ങൾ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നു. എന്നാൽ പോലും മറ്റു പല വിഭാഗങ്ങളും അതർ റിലീജിയസ് ഗ്രൂപ്പ് സച്ച് ആസ് പാർസി, സിന്ധി, ബൊഹ്റ, ജൈൻസ് ഇങ്ങനെയുള്ള മറ്റു വിഭാഗങ്ങളും ഏർപ്പെട്ടിരുന്നു? വ്യാപാര രംഗത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാണിജ്യ സമുദായങ്ങളിൽ ഉയർന്ന സാമൂഹ്യ പദവി ഇല്ലാത്ത വിഭാഗങ്ങളുണ്ടായിരുന്നു. ലോ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകളും. ലോ സോഷ്യൽ സ്റ്റാറ്റസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ബിസിനസ് കമ്മ്യൂണിറ്റീസ്. പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളും വ്യാപാര രംഗത്ത് ഉണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമാണ് ഡ്യൂറിങ് ദി കൊളോണിയൽ പീരീഡ് ദി ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഇൻ സാൾട്ട് വാസ് കൺട്രോൾഡ് ബൈ എ മാർജിനൈസ്ഡ് ട്രൈബൽ ഗ്രൂപ്പ്, ദി ബഞ്ചാര. ബഞ്ചാര എന്നറിയപ്പെടുന്ന പിന്നോക്ക വിഭാഗമായ തരം താഴ്ന്നൊരു ഗോത്ര വിഭാഗമാണ് ബഞ്ചാര. ഇവരായിരുന്നു ദൂരദേശത്തുള്ള ഉപ്പിൻ്റെ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നോക്ക സമുദായങ്ങളും ഏർപ്പെട്ടിരുന്നു? വ്യാപാര രംഗത്ത് ഏർപ്പെട്ടിരുന്നു. ഇവിടെ ഈ പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. വ്യാപാരത്തിൻ്റെ ചില പ്രത്യേക മേഖലകൾ, സ്പെസിഫിക് ഫീൽഡ്സ് ഓഫ് ബിസിനസ് ആർ കൺട്രോൾഡ് ബൈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസ്. ഫോർ എക്സാമ്പിൾ, ബാങ്കിങ് ബിസിനസ് വാസ് കൺട്രോൾഡ് ബൈ ദി നഗരത്താർസ്. നഗരത്താർമാരായിരുന്നു, നാട്ടുകോട്ടെ ചെട്ടിയാർമാരായിരുന്നു ബാങ്കിങ് ബിസിനസ് കൈകാര്യം ചെയ്തിരുന്നത്. ഇങ്ങനെ ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് സ്പെഷ്യലൈസേഷന് ജാതി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില സമുദായങ്ങൾ ചില പ്രത്യേക മേഖലകൾ കൈകാര്യം ചെയ്യുന്നതിന് there are many reasons for this caste based specialization in trade and commerce. വ്യാപാര വാണിജ്യ രംഗത്ത് ചില ജാതികൾ ചില പ്രത്യേക മേഖലയിൽ കച്ചവടം ചെയ്യാം, ചില പ്രത്യേക ബിസിനസ് മേഖലകൾ ചില പ്രത്യേക സമുദായങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കാസ്റ്റ് ബേസ്ഡ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ കാസ്റ്റ് ബേസ്ഡ് സ്പെഷ്യലൈസേഷന് പല കാരണങ്ങളുണ്ട്. എന്താ ഒന്നാമത്തത്? ഫസ്റ്റ്ലി, ഇറ്റ് വാസ് ഈസി ടു ഓപ്പറേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ത്രൂ കാസ്റ്റ് ആൻഡ് കിൻഷിപ്പ് നെറ്റ്വർക്ക്. ജാതി ബന്ധുത്വ
ശൃംഖലയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനുള്ളിൽ ഈ വാണിജ്യം കച്ചവടം എന്നുള്ളത് വളരെ എളുപ്പമായിരുന്നു. ജാതിയിൽ പെട്ട ആളുകൾക്ക് അതുപോലെ തന്നെ ബന്ധുത്വ ശൃംഖലയിൽപ്പെട്ട ആളുകൾക്ക് ഇവരിലൂടെ വാണിജ്യവും അതുപോലെ വ്യാപാരമൊക്കെ നടത്തിക്കൊണ്ടു പോകൽ വളരെ ഈസി ആയിരുന്നു. അതുതന്നെയാണ് ഒന്നാമത്തെ കാരണം. നമുക്ക് ഉദാഹരണം നഗരത്താർമാരാണ് നമുക്കുള്ള ഉദാഹരണം. അവർ ആ വിഭാഗക്കാരോടായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്. സെക്കൻഡ്ലി, ബിസിനസ് മെൻ യൂഷ്വലി ട്രസ്റ്റ് ദി മെമ്പേഴ്സ് ഓഫ് ദെയർ ഓൺ കമ്മ്യൂണിറ്റി ഓർ കിൻ ഗ്രൂപ്പ്. വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, കച്ചവടം ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ടും അവരുടെ വിഭാഗത്തെയാണ് കൂടുതൽ വിശ്വസിച്ചത്. അവർക്ക് അവരുടെ വിഭാഗത്തിൽപ്പെട്ട അവരുടെ ജാതിയിൽപ്പെട്ട ആളുകളെ, ഇൻ ഗ്രൂപ്പ് നമ്മൾ പറയാറില്ലേ, അവരുടെ ജാതിയിൽപ്പെട്ട ആളുകളെയായിരുന്നു കൂടുതൽ വിശ്വാസം. അതുകൊണ്ട് അവരുമായിട്ടായിരുന്നു അവർ ഇടപാട് നടത്തിയിരുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു, ബിസിനസ്സുകാർ സാധാരണയായിട്ട് സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ബിസിനസ് നടത്താനാണ് താല്പര്യം കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് എ കാസ്റ്റ് മോണോപോളി വിത്തിൻ സെർട്ടൈൻ ഏരിയാസ് ഓഫ് ബിസിനസ്. ചില മേഖലകളിൽ, വ്യാപാര മേഖലകളിൽ കുത്തക, ജാതി അടിസ്ഥാനത്തിലും മറ്റുള്ള കുത്തക ഉണ്ടാവുന്നതിന് ഇത് കാരണമായി. സ്വന്തം ജാതിയിലുള്ളവരുമായിട്ട് ഇടപാട് നടത്താനാണ് മറ്റുള്ളവരുമായി ഇടപാട് നടത്തുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്, വൈശ്യരുൾപ്പെടെയുള്ള പല സമുദായങ്ങളും എന്ത് ഏർപ്പെട്ടിരുന്നു? വ്യാപാര രംഗത്ത് ഏർപ്പെട്ടിരുന്നു. എന്നാൽ വ്യാപാരം എന്നുള്ളത് ഇറ്റ് വാസ് നോട്ട് ദെയർ മോണോപോളി, വൈശ്യാസിൻ്റെ കുത്തകയായിരുന്നില്ല. മറ്റു പല വിഭാഗങ്ങളും എന്ത് ഏർപ്പെട്ടിരുന്നു? വ്യാപാര രംഗത്ത് ഏർപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ബഞ്ചാര, ഉപ്പ് കച്ചവടം നടത്തിയിരുന്ന പ്രധാന വിഭാഗമായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, താഴ്ന്ന വിഭാഗങ്ങളും എന്തിലുണ്ടായിരുന്നു? ട്രേഡ് കമ്മ്യൂണിറ്റീസിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കൊളോണിയലിസം ആൻഡ് ദി എമർജൻസ് ഓഫ് ന്യൂ മാർക്കറ്റ്. കോളനി വാഴ്ചയും കൊളോണിയലിസവും പുതിയ വിപണികളുടെ ആവിർഭാവവും. ഇന്ത്യയിൽ കൊളോണിയലിസം വന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അഡ്വൻറ്റ് ഓഫ് കൊളോണിയലിസം ബ്രോട്ട് എബൌട്ട് എ റാഡിക്കൽ ചേഞ്ച് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, അർബൻ ആൻഡ് റൂറൽ സൊസൈറ്റി. കൊളോണിയലിസത്തിൻ്റെ കടന്നുവരവ് ഇന്ത്യയിലെ നാഗരിക ഗ്രാമീണ സമൂഹങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഭയങ്കരമായ മേജർ ചേഞ്ചസ് ബ്രോട്ട് ബൈ കൊളോണിയലിസം. കൊളോണിയലിസം ഇന്ത്യയിൽ ഭയങ്കരമായ, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കോണമിയിൽ ഭയങ്കരമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇന്ത്യയിലെ ഓൾ സെക്ടേഴ്സ് ഓഫ് എക്കോണമി, എല്ലാ മേഖലയിലും, സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. സച്ച് ആസ് പ്രൊഡക്ഷൻ, ട്രേഡ് ആൻഡ് അഗ്രികൾച്ചർ. ഉൽപ്പാദനമാവട്ടെ, അതുപോലെ തന്നെ കൃഷിയാവട്ടെ, വ്യാപാരമാവട്ടെ, എല്ലാ മേഖലകളിലും, സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളെയും കൊളോണിയലിസം മാറ്റിമറിച്ചിട്ടുണ്ട്. കൊളോണിയലിസം ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ എക്കോണമിയിലും അതുപോലെ മാർക്കറ്റ് സിസ്റ്റത്തിലും കൊളോണിയലിസം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൊളോണിയലിസം ഡിസ്ട്രോയ്ഡ് ദി ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൈത്തറി വ്യവസായങ്ങളെ കൊളോണിയലിസം പാടെ തകർത്തു. അതായത് ദി ഫ്ലഡിംഗ് ഓഫ് ചീപ്പ് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഫ്രം ഇംഗ്ലണ്ട് ഇൻ ടു ദി മാർക്കറ്റ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദി റോയിൻ ഓഫ് ഇന്ത്യൻ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്. ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവഹിച്ചപ്പോൾ അതുമായിട്ട് മത്സരിച്ച് നിൽക്കാൻ ഇവിടുത്തെ കൈത്തറി വ്യവസായത്തിന് സാധിച്ചില്ല. അതായത് അവിടുന്ന് മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് വില കുറഞ്ഞ തുണിത്തരങ്ങളായിരുന്നു ഇവിടെ വിൽപ്പന ചെയ്തിരുന്നത്. അതുകൊണ്ട് വില കുറയുകയും അതിൻ്റെ ക്വാളിറ്റി കൂടുകയും ചെയ്ത സാധനങ്ങളായതുകൊണ്ട് അതിനോട് മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ കൈത്തറി വ്യവസായത്തിന് കഴിഞ്ഞില്ല. ഇത് ഇന്ത്യയുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി തകരുന്നതിന് കാരണമായി. പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും വില കുറഞ്ഞ തുണിത്തരങ്ങൾ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്തപ്പോൾ
ഇന്ത്യയിലെ ഈ കൈത്തറി വ്യവസായം എന്തായി തകരാൻ തുടങ്ങി. അതുപോലെ മറ്റൊരു കാര്യമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് അല്ലെങ്കിൽ കൊളോണിയലിസം ഇവിടെ വന്നപ്പോൾ ഇന്ത്യയിലുണ്ടായ മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ലോക മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായിട്ട് പൂർണ്ണമായിട്ടും കൂട്ടിയിണക്കപ്പെട്ടു. ഇന്ത്യൻ എക്കോണമി വാസ് ഫുള്ളി ലിങ്ക്ഡ് ടു ദി വേൾഡ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. നമുക്കറിയാം കൊളോണിയലിസം എന്നുള്ളത് ഇന്ത്യയിൽ മാത്രം നടന്നിരുന്ന ഒരു കാര്യമല്ല. പല രാജ്യങ്ങളിലും ഇവർ ഈ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അവരുടെ മുതലാളിത്തത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളെയും അവർ കോളനികളാക്കിയിരുന്നു. അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു. ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് ആവട്ടെ മറ്റുള്ള സാധനങ്ങളാവട്ടെ പല രാജ്യങ്ങളിലേക്കും കടത്തിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നതിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ ഇന്ത്യൻ എക്കോണമി ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുമായിട്ട് ഫുള്ളി ലിങ്ക്ഡായി മാറി. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ബിഫോർ കൊളോണിയലൈസ്ഡ് ബൈ ദി ബ്രിട്ടീഷ്, ഇന്ത്യ വാസ് എ മേജർ സപ്ലയർ ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് ടു ദി വേൾഡ് മാർക്കറ്റ്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് ലോകത്ത് തന്നെ പ്രധാനമായിട്ട് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന നിർമ്മാണ വസ്തുക്കൾ വിതരണം ചെയ്ത ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇന്ത്യൻ പ്രൊഡക്ട്സിന് ഗ്രേറ്റ് ഡിമാൻഡായിരുന്നു. എസ്പെഷ്യലി ഇൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ വസ്തുക്കൾക്ക് പ്രത്യേക ഡിമാൻഡായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ഇന്ത്യ ബിക്കെയിം എ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആൻഡ് എ കൺസ്യൂമർ ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്. ബോത്ത് വെർ ബെനഫിഷ്യൽ ഫോർ ഇംഗ്ലണ്ട്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം ഇംഗ്ലണ്ടിലെ ഫാക്ടറികളിലേക്ക് ആവശ്യമായ അസംസ്കൃത വിഭവങ്ങളും കാർഷികോൽപ്പന്നങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തൊഴിലാളികൾക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ. ഇതൊക്കെ ശേഖരിക്കുന്ന ഒരു മേഖലയായിട്ട്, അതുപോലെ തന്നെ അവരുടെ നിർമ്മാണ വസ്തുക്കൾ, അവരിവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയി നിർമ്മിച്ച വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണിയായിട്ട്, ഒരു കൺസ്യൂമർ ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്, അവരുടെ നിർമ്മിത വസ്തുക്കൾ വിറ്റഴിക്കാനുള്ളൊരു വിപണിയായിട്ട് ഇന്ത്യ മാറി. ഇതുകൊണ്ടുള്ള ഗുണം ആർക്കായിരുന്നു? ഇംഗ്ലണ്ടിനായിരുന്നു. ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കയറ്റി കൊണ്ടുപോയിട്ട് അവിടുന്ന് അത് പ്രൊഡക്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ നിർമ്മിത വസ്തു ആക്കിയിട്ട് ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യുക, വിറ്റഴിക്കുക. അപ്പോൾ നേരത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വേൾഡ് മാർക്കറ്റിലേക്ക് നിർമ്മിത വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഒരു മേജർ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു ഇന്ത്യ. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യ എന്നുള്ളത് അവർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു ഇടമായിട്ട് മാറി. അതുപോലെ തന്നെ അവരുടെ നിർമ്മിത വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണിയായിട്ട് മാറി. ഇതിൻ്റെയൊക്കെ ഗുണം ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു. അതുപോലെ തന്നെ വാണിജ്യ വ്യാപാര രംഗത്തേക്ക് പുതിയ വിഭാഗങ്ങൾ, ന്യൂ ഗ്രൂപ്പ്സ്, എസ്പെഷ്യലി ദി യൂറോപ്യൻസ് എൻറ്റേർഡ് ടു ട്രേഡ് ആൻഡ് ബിസിനസ്. വ്യാപാരത്തിലേക്കും വാണിജ്യ രംഗത്തേക്കൊക്കെ പുതിയ വിഭാഗങ്ങൾ കടന്നു വന്നു. പ്രത്യേകിച്ച് യൂറോപ്യന്മാർ കടന്നു വന്നു. ഒന്നുകിൽ അവർ ഇവിടെയുള്ള വ്യാപാര സമൂഹങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഇവിടെയുള്ളവരെ പുറന്തള്ളിയിട്ട് അവർ സ്വന്തമായിട്ട് പല പുതിയ ബിസിനസ്സുകളും ആരംഭിച്ചു. ഇങ്ങനെ പല രൂപത്തിലുള്ള മാറ്റങ്ങൾ കൊളോണിയലിസം ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എ മാർക്കറ്റ് എക്കോണമി എമേർജ്ഡ് ഇൻ ഇന്ത്യ. ഇറ്റ് പ്രൊവൈഡഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു സം മെർച്ചൻ്റ് കമ്മ്യൂണിറ്റീസ് ടു ഇംപ്രൂവ് ദെയർ പൊസിഷൻ. ഇന്ത്യയിൽ ഒരു കമ്പോള വ്യവസ്ഥ നിലവിൽ വന്നു. ഇന്ത്യയിലൊരു പുതിയ കമ്പോള വ്യവസ്ഥ നിലവിൽ വന്നു ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടെ. ഈ കമ്പോള വ്യവസ്ഥയുടെ വ്യാപനം ചില വാണിജ്യ സമുദായങ്ങൾക്ക് ഉയരുവാനുള്ള, കൂടുതൽ വളരാനുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു. ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് ഒരുപാട് കമ്പോള വ്യവസ്ഥ നിലവിൽ വന്നത് ചില വിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇവിടെ പുതിയ അവസരങ്ങൾ, പുതിയ ബിസിനസ്സുകളും മറ്റും വന്നപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായപ്പോൾ പുതിയ സമുദായങ്ങൾ ഈ കച്ചവട രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്.
നമ്മൾ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാർ ഇവിടെ ഒരുപാട് എക്കോണമിക് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ കൊണ്ടുവന്നു. മെനി കമ്മ്യൂണിറ്റീസ് ഓഫ് ഇന്ത്യ എക്സ്പ്ലോയിറ്റഡ് ദി ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റഡ് ബൈ കൊളോണിയലിസം. കൊളോണിയലിസം കൊണ്ടുവന്ന ഈ ഒരു അവസരങ്ങൾ ശരിക്കും മുതലെടുത്ത പല സമുദായങ്ങളും ഇന്ത്യയിലുണ്ട്. എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ദിസ് വാസ് ദി മാർവാരീസ്. മാർവാരീസ് ആർ ദി മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ആൻഡ് ബെസ്റ്റ് നോൺ ബിസിനസ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രശസ്തമായ അതുപോലെ തന്നെ വ്യാപകമായ ഒരു വ്യാപാര സമുദായമാണ് മാർവാരി. ഈ മാർവാരികൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ അവസരം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച ഈ അവസരം ശരിക്കും മുതലെടുത്ത ഒരു സമുദായമാണ്. ദി കമ്മ്യൂണിറ്റി ഇൻക്ലൂഡ്സ് ലീഡിംഗ് ഇൻഡസ്ട്രിയൽ ഫാമിലീസ് ലൈക്ക് ദി ബിർളയെപ്പോലുള്ള വലിയ വ്യവസായികളും സാധാരണ കടക്കാരും അതുപോലെ തന്നെ രാജ്യത്ത് ആകെയുള്ള അങ്ങാടികളിലെ ചെറുകിട കച്ചവടക്കാരൊക്കെ ഈ സമുദായത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ദി മാർവാരീസ് ബിക്കെയിം എ സക്സസ്ഫുൾ ബിസിനസ് കമ്മ്യൂണിറ്റി ഓൺലി ഡ്യൂറിങ് ദി കൊളോണിയൽ പീരീഡ്. ബ്രിട്ടീഷുകാരുടെ ഈ ഒരു കാലഘട്ടത്താണ് ഈ മാർവാരികൾ വലിയ വ്യാപാര സമുദായമായി മാറിയത്. കൽക്കത്ത പോലെയുള്ള വലിയ നഗരങ്ങളിലെ പുതിയ അവസരങ്ങൾ അവർ നന്നായിട്ട് മുതലെടുത്തു. വ്യാപാരം, പണവായ്പ ബിസിനസ്സുകളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് അവർ രാജ്യത്തുടനീളം താമസമാക്കി. നഗരത്താർമാരെ പോലെ തന്നെ വ്യാപകമായ സാമൂഹിക ശൃംഖലകൾ ഉപയോഗപ്പെടുത്താനും ബിസിനസ് ലോകത്തിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റാനൊക്കെ ഇവർക്ക് കഴിഞ്ഞു. പല മാർവാരി കുടുംബങ്ങളും വ്യാപാരത്തിലൂടെ കണക്കറ്റ പണം സമ്പാദിച്ചു. പണവായ്പകൾ നൽകിക്കൊണ്ട് ബാങ്കർമാരായും അവർ പ്രവർത്തിച്ചു. They also helped the commercial expansion of the British in India. ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ വാണിജ്യ വികസനത്തെ അവർ സഹായിക്കുകയും ചെയ്തു. കോളനി ഭരണത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിലും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷമൊക്കെ അവരുടെ ഈ ഒരു ആധിപത്യം അവർ നിലനിർത്തി. സം മാർവാരീസ് ടേൺഡ് ടു മോഡേൺ ഇൻഡസ്ട്രി. ചില മാർവാരി കുടുംബങ്ങൾ ആധുനിക വ്യവസായങ്ങളിലേക്ക് തിരിഞ്ഞു. പിൽക്കാലത്ത് പുതിയ രൂപത്തിലുള്ള വ്യവസായങ്ങളിലേക്ക് തിരിഞ്ഞു. ഇന്നും മോർ ഓഫ് ഇന്ത്യാസ് ഇൻഡസ്ട്രി, ഇന്ത്യയിലെ വ്യവസായങ്ങളിലധികവും മറ്റു സമുദായങ്ങളെക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ആരെന്നെയാണ്? മാർവാരികൾ തന്നെയാണ്. ദിസ് സ്റ്റോറി ഓഫ് ദി മാർവാരി കമ്മ്യൂണിറ്റി ഷോസ് ദി എമർജൻസ് ഓഫ് എ ന്യൂ ബിസിനസ് കമ്മ്യൂണിറ്റി അണ്ടർ കൊളോണിയലിസം. കൊളോണിയൽ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പുതിയ വാണിജ്യ സമൂഹം, അതിനൊരു ഉദാഹരണമാണ് ഈ മാർവാരികൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കൊളോണിസം ഇന്ത്യയിൽ പുതിയ അവസരങ്ങൾ കൊണ്ടുവന്നു. ചില സമൂഹങ്ങൾ ഈ അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ഉയർന്നു വന്നു. അതിനൊരു ഉദാഹരണമാണ് മാർവാരി സമുദായം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റ് ട്രഡീഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റീസ്, വിപണികളുടെ സാമൂഹിക സംഘടന, പരമ്പരാഗത ബിസിനസ് സമുദായങ്ങൾ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു വ്യത്യസ്ത വിഭാഗങ്ങൾ ഏർപ്പെട്ടിരുന്നു, വ്യാപാര രംഗത്ത് ഏർപ്പെട്ടിരുന്നു. വൈശ്യർ പ്രധാനമായിട്ടും വ്യാപാര രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇറ്റ് വാസ് നോട്ട് ദെയർ മോണോപ്പൊളി, അവരുടെ കുത്തകയായിരുന്നില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റു പല വിഭാഗങ്ങളും ഏർപ്പെട്ടിരുന്നു? വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കൊളോണിയലിസം ആൻഡ് ദി എമർജൻസ് ഓഫ് ന്യൂ മാർക്കറ്റ്സ്, കോളനി വാഴ്ചയും പുതിയ വിപണികളുടെ ആവിർഭാവവും. ഇവിടെ നമ്മൾ കൊളോണിയലിസം കൊണ്ടുവന്ന മാറ്റങ്ങൾ, അവിടെ നമ്മൾ ഇന്ത്യൻ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുടെ തകർച്ച പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കോണമി വേൾഡ് എക്കോണമിയായിട്ട് കൂട്ടിയിണക്കപ്പെട്ട കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അഡ്വൻറ്റ് ഓഫ് കൊളോണിസം, ബ്രിട്ടീഷുകാരുടെ വരുന്നതിന് മുമ്പ് ഇന്ത്യ എന്നുള്ളത് ഒരു മെയിൻ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം എന്തായിട്ട് മാറി? അവർക്ക് റോ മെറ്റീരിയൽസും മറ്റു അഗ്രേറിയൽ പ്രൊഡക്ട്സൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള ഒരു വിപണിയൊക്കെ ആയിട്ട് ഇന്ത്യ മാറി. ഇങ്ങനെ പല മാറ്റങ്ങളും. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഉയർന്നു വന്ന പല ട്രേഡ് കമ്മ്യൂണിറ്റീസും ഇന്ത്യയിലുണ്ട്. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് മാർവാരികൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.